കുട്ടൂസ് വെജ് ഫുഡ് വേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 5 ടേബിൾ സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നീട് അതിന് വേണ്ട ഉപ്പ്, 1 സ്പൂണ് മുളക് പൊടി, കുറച്ച് കായപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ഡോ ഉണ്ടാക്കിയെടുക്കണം. വല്ലാതെ ലൂസാവാനും പാടില്ല, വല്ലാതെ കട്ടിയാവാനും പാടില്ല. കണ്ടോ, ഈ പരുവത്തിലാണ് മാവ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ പരുവത്തിൽ ഇനി നമ്മളൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ തടവി കൊടുക്കുകയാണ്. അതിന് ശേഷം ബ്രെഡ് നമ്മൾ ഈ മാവിൽ മുക്കിയിട്ട് ദോശക്കല്ലിലൊന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ മേലെ നമ്മൾ പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒനിയൻ, ക്യാരറ്റ്, മല്ലിയില ഇത്രയൊക്കെയാണ് ഞാൻ ആക്കി കൊടുക്കുന്നത്. നിങ്ങളടുത്ത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർക്കാം, പച്ചപ്പട്ടാണി, ഇതെല്ലാം ഇതിൻ്റെ മേലെ ചീസ് വെച്ച് കൊടുക്കാം. ചീസ് ഉണ്ടെങ്കിൽ നല്ലതാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഇതപ്പോൾ കണ്ടോ, നന്നായി ചേർത്തിട്ട് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ബട്ടറും കൂടി തടവണം. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ. നിങ്ങളുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ചീസ് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇവിടെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ആ മറ്റേ വശം കൂടി നന്നായി വെന്ത് വരണ്ടേ, പുറം വശം. അപ്പം അതൊന്നും മറിച്ചിട്ടാണ് കൊടുക്കാം. അപ്പോൾ അതാ നമുക്കിത് മറിച്ചിട്ടു കേട്ടോ. അത് കുറച്ച് 2 ഭാഗം കൂടി പിടിച്ചിട്ട് മറിച്ചിട്ട് എളുപ്പമാവും. അതാ കണ്ടോ. അപ്പോൾ അത് മറിച്ചിട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ മേലെ കുറച്ച് വെണ്ണ തടവാം. അപ്പോൾ അതാ നമ്മൾ ഇത് നല്ലോണം വെന്ത് വന്നു. ഇനിയിപ്പോൾ അത് ദോശക്കല്ലിൽ നിന്ന് നല്ല ബ്രെഡ് ഫ്രൈ തയ്യാറായി. ഇത് സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തേക്കാനും അതുപോലെ ഓഫീസിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ടിഷ്യൂവിൽ കുഴിഞ്ഞിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ കളഞ്ഞാൽ ടിഷ്യൂ കളഞ്ഞ് കൈ ഉടച്ച കാര്യം കഴിഞ്ഞു. അത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനായിട്ട് എളുപ്പമുള്ളൊരു ഫുഡാണ് കേട്ടോ.